പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ പുതുമാസത്തിൻ്റെ ആദ്യത്തെ വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്നിടങ്ങളിൽ ഇന്നത്തെ ദിനം അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 125-ാം സങ്കീർത്തനം 2-ാം വാക്യം. സാംസ് 125 വേഴ്സ് 2 നാം ഇങ്ങനെ വായിക്കുന്നു: പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആരോഹണ ഗീതങ്ങളിൽ ധന്യമായ ഒരു ഗീതമാണ് 125-ാം സങ്കീർത്തനം. 5 വാക്യങ്ങൾ അടങ്ങിയ ഈ സങ്കീർത്തനം ഇതാ ഉത്സവങ്ങൾക്കായി പലയിടങ്ങളിലായി ചിതറപ്പെട്ട യഹൂദ ജനം യെരുശലേം ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പാടി ആർത്ത് സ്തുതിച്ചു വരുന്ന ഗീതങ്ങളിൽ ഒന്നാണ് 125. അവർ മുൻപോട്ട് യാത്ര ചെയ്ത് യെരുശലേമിനോട് അടുക്കുന്നു, യെരുശലേം ദൈവാലയത്തിനോട് അടുത്തു വരുന്നു. അപ്പോൾ അവർ അതിന് ചുറ്റും കാണുകയാണ് പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ ഏതെല്ലാം നിലകളിൽ വിധങ്ങളിലുള്ള പർവ്വതങ്ങളാണ് യെരുശലേമിന് ചുറ്റും ചുറ്റപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഇന്ന് വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർ ഓർത്താൽ ഇത്രത്തോളം പർവ്വതങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടും. എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതപ്പെട്ട സങ്കീർത്തനവും അന്നത്തെ ജിയോഗ്രാഫിക്കൽ കണ്ടീഷനുമാണ്. അത് കഴിഞ്ഞ് എത്രയോ ഭൂപ്രകൃതി പ്ലേറ്റ്ലൈറ്റ്സ് ഒക്കെ ചേഞ്ച് ആയി കാര്യങ്ങൾ മാറി മറിഞ്ഞു, വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയ കാലഘട്ടത്തിലെ ഭൂപ്രകൃതി അല്ല ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ഇന്ന് ഈ വാഗ്ദത്ത വചനം കേൾക്കുന്നവർ ഓർക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അന്ന് ആരോഹണ ഗീതം ഇവർ എഴുതി പാടി ആരാധനയ്ക്കും യാഗത്തിനും ഉത്സവങ്ങൾക്കുമായി യെരുശലേം ദൈവാലയത്തിലോട്ട് കടന്നു പോകുമ്പോൾ അവർ കാണുകയാണ് യെരുശലേം എന്ന ദൈവത്തിന്റെ നഗരം, അവരുടെ ദൈവം വസിക്കുന്ന ദൈവാലയം മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സുരക്ഷിതമാണ്, സംരക്ഷിതമാണ്, എല്ലാ അർത്ഥത്തിലും കോട്ടകൊത്തളങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെയാണ് ഒരു ദൈവ പൈതലിനെ സ്വർഗത്തിലെ ദൈവം ചുറ്റി പരിപാലിക്കുന്നത് എന്നാണ് 2-ാം വാക്യത്തിന്റെ അർത്ഥം. 2024 ജൂലൈ മാസം 1-ാമത്തെ ശനിയാഴ്ച ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ മാതാവേ, പിതാവേ, സഹോദരി സഹോദരങ്ങളെ, ബഹുവിധ പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു ജീവിതമാണ് ഇന്ന് നമുക്കേവർക്കും ഉള്ളത്. പഠിക്കുന്നവർക്ക് പഠിക്കുന്നതിന്റെ പ്രശ്നം, പഠിച്ചു കഴിഞ്ഞവർക്ക് അടുത്ത അഡ്മിഷന്റെ അഥവാ അടുത്ത ജോലിയുടെ പ്രശ്നം, ജോലി കിട്ടിയവർക്ക് ജോലിയിലുള്ള പ്രശ്നങ്ങൾ, കരിയർ ഡെവലപ്മെന്റ് അടുത്ത ഇഷ്യൂസ്, സാമ്പത്തിക പ്രശ്നം, വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം നടക്കാത്തതിന്റെ പ്രയാസം മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, തലമുറ ഇല്ലാത്തതിന്റെ പ്രശ്നം, തലമുറ കൊണ്ടുള്ള പ്രശ്നം, ഭവനമില്ലാത്ത പ്രശ്നം, ഭവനമായാൽ പ്രശ്നം എന്നു വേണ്ട സമസ്ത മേഖലകളിലും
അസ്വസ്ഥതകൾ, ടെൻഷൻ, സ്ട്രെസ്, ഇഷ്യൂസ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയാ, ദൈവ പൈതലേ, യെരുശലേം എങ്ങനെ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് സംരക്ഷിതയാണോ അതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ചുറ്റി പരിപാലിക്കുന്ന ദൈവമാണ്. ഞാനും നിങ്ങളും അറിയാതെ തമ്പുരാൻ നമ്മെ പരിപാലിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ വാഹനം ഓടിച്ചപ്പോൾ ഇന്ന അപകടത്തിൽ പെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പെട്ടതായിരുന്നു, തലനാരിഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ആരുടെ മിടുക്കാണ്? നമ്മുടെ ഡ്രൈവിംഗ് മികവാണോ? നമ്മുടെ ഡ്രൈവിംഗിന്റെ എക്സ്പീരിയൻസ് ആണോ? വാഹനത്തിന്റെ ക്വാളിറ്റി ആണോ? ബ്രാൻഡിംഗ് ആണോ? എന്താണ് പ്രിയമുള്ളവരെ? നമ്മൾ അറിയാതെ ഹല്ലേലൂയ തമ്പുരാന്റെ കരങ്ങളിൽ സുരക്ഷിതമായി പരിപാലിച്ചു. നമ്മൾ യാത്ര ചെയ്ത വാഹനങ്ങൾ, ട്രെയിൻ, വിമാനങ്ങൾ, ഷിപ്പുകൾ എന്നു വേണ്ട ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തമ്പുരാന്റെ കൃപ, ഇന്ന് നാം അനുഭവിക്കുന്ന നന്മ മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയാണ്, യെരുശലേം പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ സ്വർഗത്തിലെ ദൈവം സുരക്ഷിതമായി ചുറ്റി പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസം, സങ്കടം, വിഷമം, ഭാരം മറ്റുള്ളവർക്ക് കുറച്ചറിയാമായിരിക്കാം, അറിയത്തില്ലായിരിക്കാം, പറഞ്ഞിട്ടില്ലായിരിക്കാം, പറയാൻ പറ്റാത്തതായിരിക്കാം. ഒറ്റയ്ക്ക് വ്യക്തിപരമായി അല്ലെ കുടുംബപരമായി നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രയാസങ്ങളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു ഫോൺ കോൾ, നിങ്ങളുടെ മക്കളുടെ ഒരു ഫോൺ കോൾ നിങ്ങളെ മാനസികമായി തളർത്തിയിരിക്കാം. എന്നാൽ തളരരുത്, പതറരുത്, പിൻപോട്ട് പോകരുത്. കാരണം ആര് കരുതിയില്ലെങ്കിലും എന്നെയും നിങ്ങളെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. അതെങ്ങനെയാ പ്രിയമുള്ളവരെ കരുതുന്നത്? ഒരു പഴുതില്ലാതെ ആരെല്ലാം ഓടിപ്പോയാലും ഓടിപ്പോകാത്ത സ്വർഗത്തിലെ ദൈവം, ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ വിശ്വസിക്കുക, വിശ്വസിച്ച് ഉറയ്ക്കുക, ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ വളരെ വിശ്വാസത്തോടെ ഓരോ ചുവടും മുൻപോട്ട് വെക്കുക. അതെ, ഇസ്രായേൽ ജനം ആരാധനയ്ക്ക്, യാഗത്തിന്, സ്തോത്രത്തിന് യെരൂശലേം ദേവാലയത്തിൽ ആരോഹണ ഗീതം പാടി മുൻപോട്ട് പോകുമ്പോൾ അവരുടെ കണ്ണാലെ അവർ കാണുന്നു, തങ്ങളുടെ യെരൂശലേം എത്രയോ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, സംരക്ഷിതമായിരിക്കുന്നു. അതുപോലെ ഒരു പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, വേദപുസ്തകം എടുക്കുന്ന എന്നെയും നമ്മെയും നമ്മുടെ തലമുറകളെയും തമ്പുരാൻ ചുറ്റി പരിപാലിക്കും. അതെ, ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഇന്നത്തെ വചനം പോലെ ചുറ്റി പരിപാലിക്കട്ടെ. നിങ്ങൾ എത്ര ട്രെയിൻഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയെ നിർത്തിയാലും, എത്ര ട്രെയിൻഡ് ഡോഗ്സിനെ വെച്ചാലും, എത്ര വലിയ കൂടിയ CCTVയോ മറ്റ് ആധുനിക സജ്ജീകരണങ്ങളോ AI ക്യാമറ വെച്ചാലുമോ ഈ സ്വർഗീയ സംരക്ഷണത്തിന്റെ 7 അയലത്ത് വരികയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്വർഗീയ സംരക്ഷണത്താൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകൾ ഈ ഭൂമിയുടെ ഏത് കോണിലായിരിക്കുന്നോ അവിടെ എല്ലാം പരിപാലിക്കട്ടെ. ഈ വീക്കെൻഡ് അനുഗ്രഹത്തോടെ കർത്താവ് നിങ്ങളെ നടത്തട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. അതിന് സർവശക്തനായ ദൈവം ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ നമ്മളെ ഉറപ്പിച്ച് ബലപ്പെടുത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ മാസത്തിന്റെ പുതിയ വീക്കെൻഡിനായി നന്ദിയോടെ സ്തോത്രം. ഈ 6-ാം തീയതിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചല്ലോ. ഓരോ ദിനവും ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഇസ്രായേൽ ജനം തങ്ങളുടെ ആരാധനയ്ക്കുള്ള യാത്രയിൽ
തങ്ങളുടെ കണ്ണാൽ കാണുന്നു. യെരൂശലേം പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് വളരെ സുരക്ഷിതമായിരിക്കുന്നു. അവർ ഉള്ളാലെ സ്തോത്രത്തോടെ പാടുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ തമ്പുരാൻ ചുറ്റി പരിപാലിക്കും. അതേ കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അനുഭവിച്ച സ്വർഗീയ പരിപാലനത്തിന്, സംരക്ഷണത്തിന്, കരുതലിന് ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. മുൻപോട്ടും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവിന്റെ വരവ് വരെ അനുഗ്രഹമായി നടത്തുവാൻ മതിയായ ദൈവമായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഭാരങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദാന്തികെ ഇറക്കി വെക്കുന്നു. സ്വർഗീയ കരുതലാൽ ഞങ്ങളെ നടത്തണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ പൊതിയണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിന്റെ കരുതൽ, കാവൽ, സംരക്ഷണം ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ മേലും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചെറുതോ വലുതോ ആയ ഏത് വിഷയത്തിന്മേലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും സന്തോഷത്തിന്റെ ദിനമായി അനുഗ്രഹത്തോടെ കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.